നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് 9 നാളുകളെക്കുറിച്ചാണ്. അതായത് ദേവനാളുകൾ ഏതെല്ലാമാണ്. ദേവനാൾ അനിഴം ചോതി, അശ്വതിമാനും, രേവതി അത്തം ഓണവും, പുണർപൂയം, ഇവ 9 ദേവനാൾ. അങ്ങനെ വരുമ്പോൾ അശ്വതി, മാൻ എന്ന് പറയുന്നത് മകയിരമാണ്. പിന്നെ പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി. ഇതാണ് 9 ദേവഗണ നാളുകൾ. പിന്നെ വരുന്നത് മനുഷ്യഗണ നാളുകളാണ്. ഉത്രം, ത്രയഞ്ച, മുപ്പൂരം, ഭരണി, തിരുവാതിര. അങ്ങനെ വരുമ്പോൾ ഉത്രം, ത്രയഞ്ച, മുപ്പൂരം. ഉത്രം ഉത്രാടം, ഉത്രട്ടാതി. മുപ്പൂരം പൂരം, പൂരാടം, പൂരുരുട്ടാതി. പിന്നെ ഭരണി, രോഹിണി, തിരുവാതിര. ഇതാണ് 9 മനുഷ്യഗണ നാളുകൾ. ഇനി വരുന്നത് അസുരഗണ നാളുകളാണ്. കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം. ഇതാണ് അസുരഗണ നാളുകൾ 9. ഇപ്പോൾ 27 നാളുകളിലൂടെ ജ്യോതിഷം കടന്നു വരുമ്പോൾ മനുഷ്യഗണ നാളുകളും ദേവഗണ നാളുകളും ചേർന്ന അത്രയും മനുഷ്യർ അസുരഗണത്തിലുണ്ട് എന്നാണ് പ്രകൃതിയുടെ തത്വമായിട്ട് കണക്കാക്കുന്നത്. അതായത് ജനിച്ചു വീഴുന്ന എല്ലാ ആളുകളിലും മനുഷ്യഗണത്തിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളും ദേവഗണത്തിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളും രണ്ടും കൂടി കൂട്ടുമ്പോഴുള്ള അതേ തത്തുല്യമായ അളവിൽ തന്നെ അസുരഗണത്തിൽ ജനിക്കുന്ന ആളുകളും ജനിക്കുന്നു എന്നാണ് ജ്യോതിഷപരമായ അറിവ്. ഈ അറിവ് വെച്ച് കൃത്യമായിട്ട് നമ്മൾ നക്ഷത്ര പൊരുത്തങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിപ്പോയാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അസുരഗണ നക്ഷത്രം എന്ന് പറയുമ്പോൾ ആസുരം, നമുക്ക് ആർജവം കൂടുതലുള്ള ആളുകളായിരിക്കും. ഏതൊരു കാര്യം ചെയ്യാനും അവർ കൂടുതൽ ആർജവം കാണിക്കും എന്നാണ് ആസുരഗണ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ കണ്ട് അവർ മോശക്കാർ എന്നല്ല പറയുന്നത്. അതേപോലെ തന്നെ മനുഷ്യഗണ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് അസുരഗണ നക്ഷത്രത്തിൻ്റെ അത്രയും പവറൊന്നും അവരുടെ സ്വഭാവത്തിലോ ജീവിതത്തിലോ അവർ കാണിക്കുകയില്ല. പിന്നെ ദേവഗണ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോഴും അവർ അസുരഗണ നക്ഷത്രങ്ങളുടെ അത്രയും പവർ അവർ കാണിക്കുകയില്ല. അപ്പോൾ 3 വിഭാഗത്തിലുള്ള ആളുകളുടെ സ്വഭാവ രീതികളെയാണ് ദേവഗണ, മനുഷ്യഗണ, അസുരഗണ എന്ന് പറയുന്നത്. അപ്പോൾ ദേവഗണം എന്ന് പറയുമ്പോൾ കൂടുതൽ മിതത്വം കാണിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഒരു ഗ്രഹനില അനുസരിച്ചായിരിക്കും ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിലേക്ക് വരിക. അതേപോലെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ദശാകാലങ്ങളും ഇവരുടെ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം തുടർന്ന് വരുന്ന ഓരോ എപ്പിസോഡുകളിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രതിബദ്ധതയുടെ നേത്രദർശനമാണ് ഐ വിഷൻ ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.